ഓണം ബമ്പർ കഴിഞ്ഞ് മലയാളികൾ കാത്തിരിക്കുന്നത് പിന്നെ പൂജാ ബമ്പറിന് വേണ്ടിയാണ്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പൂജാ ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരം ഗോർഖി ഭവനിലാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. 12 കോടി രൂപയാണ് പൂജാ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിന്റെ ഒന്നാം സമ്മാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഔപചാരിക ചടങ്ങുകളൊന്നും ഉണ്ടാവില്ല എന്ന് ഭാഗ്യക്കുറി ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് അറിയിച്ചു. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും തിരുവനന്തപുരത്ത് നിന്ന് വി അരുണും ചേർന്നു. ആദ്യം അരുണിലേക്ക്. അരുൺ, തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണ്, ആ അവസാനത്തെ ദിവസത്തെ ഒരു ആവേശം ഉണ്ടായിരുന്നു. ലാസ്റ്റ് മണിക്കൂറിൽ ഓടി വന്ന് ടിക്കറ്റ് എടുത്താലൊക്കെ ചിലപ്പോൾ അടിക്കുമെന്നൊരു വിശ്വാസം എങ്ങനെയോ വന്നു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്തവണ എങ്ങനെയാണ്? ഭഗവതി ഏജൻസീസ് വളരെ പ്രശസ്തമാണല്ലോ, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് സമ്മാനമൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അവിടുത്തെ തിരക്കെങ്ങനെയുണ്ട് ഇത്തവണ? ഇത്തവണയും തിരക്കുണ്ട്. ഭഗവതി ഏജൻസിന് ഞാൻ ഉള്ളത് അവസാന മണിക്കൂറുകളാണ് പൂജാ ബമ്പറിന്റെ. ഇപ്പോഴും ആളുകൾ ഇവിടെ മഴയുണ്ട്, മഴയത്തൊക്കെ മഴക്കോട്ടൊക്കെ ഇട്ട ആളുകൾ ടിക്കറ്റ് എടുക്കാനോ നിൽപ്പുണ്ട്. എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ്. സ്വാഭാവികമായും ബമ്പർ ടിക്കറ്റുകളും എല്ലാ ടിക്കറ്റുകളും ഒക്കെ എടുക്കുന്നുണ്ട്. ബമ്പറൊക്കെ എടുത്തായിരുന്നോ? എത്രണ്ണം എടുത്ത്? രണ്ടെണ്ണം. ഏത് എവിടുത്തെ ടിക്കറ്റ് എടുത്തത്? ഇവിടുത്തെ തന്നെയാണ്? അല്ല, അച്ഛനാണ് എടുത്തിട്ട് വന്നത്. എല്ലാ ദിവസവും ടിക്കറ്റ് എടുക്കുമോ? അല്ല, ഞാൻ ഇന്ന് ആദ്യമായിട്ട് കയറിയത്. അതാണ് ടിക്കറ്റ് എല്ലാവരും ടിക്കറ്റ് എടുക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഇവിടെ പല ഭാഗങ്ങളിലും നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഓണം ബമ്പർ പോലെ അത്ര പ്രാധാന്യമില്ലെങ്കിൽ പോലും. എത്ര ടിക്കറ്റ് എടുത്ത ചേട്ടാ? ബമ്പർ എടുത്താ? എല്ലാ ബമ്പറും എടുക്കാറുണ്ടോ? പിന്നെ ഇതുവരെ അടിച്ചിട്ടുണ്ടോ ലോട്ടറി എന്തെങ്കിലും? ഇന്നലെ 5000 അടിച്ചുള്ളൂ. അപ്പൊ ഇന്നിപ്പം ബമ്പർ തന്നെ അടിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹം ഭഗവാൻ തന്നാ വാങ്ങിക്കാൻ നിൽക്കുന്നവരാണ്. ഏതായാലും ഇന്നലെ 5000 രൂപ ഭഗവാൻ കൊടുത്തു. അപ്പൊ ഇന്ന് ബമ്പർ ടിക്കറ്റ് ഭഗവാൻ കൊടുക്കും. ലോട്ടറി എടുക്കാൻ വന്നാണോ ടിക്കറ്റ് വിൽക്കുന്നവരാണോ? എത്ര ടിക്കറ്റ് എടുത്ത? ഇതിനു മുമ്പ് അടിച്ചിട്ടുണ്ടോ? എത്ര അടിക്കോ? ശ്രീജ, ഇത് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ടിക്കറ്റ് എടുക്കുന്നുണ്ട്, അടിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ആളുകളൊക്കെ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വരുന്നത്. ബമ്പർ ടിക്കറ്റ് കച്ചവടം എങ്ങനെയുണ്ടെന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ആളുകളൊക്കെ ഇപ്പോഴും ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്പറൊക്കെ നോക്കി എടുക്കുകയാണോ? എല്ലാ തവണ എടുക്കുമോ നമ്പർ? കച്ചവടം എങ്ങനെയുണ്ട്? ഈ ഓണം ബമ്പർ പോലെ കച്ചവടം ഉണ്ടോ? കച്ചവടം ഉണ്ട്. മഴയായിരുന്നാലും ഇപ്പൊ തിരക്കുണ്ട്. ടിക്കറ്റ് ഏകദേശം തീരാറായോ? തീരാറായി. ഇപ്പൊ കുറച്ചേ ഉള്ളൂ നമ്മളെ കയ്യിൽ. ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ വേറെ ഇല്ല. ഓണം ബമ്പറിന് അത്ര കച്ചവടം ഇല്ല, എന്നാലും കുഴപ്പമില്ല, തിരക്കേടില്ലാണ്ട് കച്ചവടം. അതുതന്നെയാണ്, തിരക്കേടില്ലാത്ത കച്ചവടം എല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പോഴും കൂടുതൽ ആളുകൾ ടിക്കറ്റ് എടുക്കാൻ ഇവിടേക്ക് വരുന്നുണ്ട്. 40 ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചത്. അത് ഏറിയ പങ്കും വിറ്റുപോയി എന്നാണ് ലോട്ടറി ഡയറക്ടറേറ്റിൽ നിന്ന് അറിയുന്ന വിവരം. ഏതായാലും ഓണ ബമ്പറിന് അത്ര തിരക്കില്ലെങ്കിൽ പോലും ഈ ടിക്കറ്റ് എടുക്കാനും ആളുകൾ എത്തുന്നുണ്ട്. എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. നിരവധി സമ്മാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും ഒരു സമ്മാനം അടിക്കുമെന്ന് പ്രതീക്ഷ. 2 മണിക്കാണ് നറുക്കെടുപ്പ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സാധാരണ ഉള്ളതുപോലെയുള്ള ആഘോഷ പരിപാടികളൊന്നും അല്ലെങ്കിൽ മന്ത്രിമാർ പങ്കെടുത്തുള്ള ഔപചാരികമായ പരിപാടികളൊന്നും ഈ നറുക്കെടുപ്പിന്റെ ഭാഗമായി ഒന്നും ഉണ്ടാകില്ല. പകരം നേരിട്ട് നറുക്കെടുപ്പിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എല്ലാ ജില്ലകളിലും നല്ല വിൽപ്പന ടിക്കറ്റിന് ഉണ്ടായിട്ടുണ്ട്. ഇത് എല്ലാ കടകളിലും സമാനമായ തിരക്കുമുണ്ട്. ടിക്കറ്റ് എടുത്തു? എത്ര ടിക്കറ്റ് എടുത്തു? ടിക്കറ്റ് എടുത്തു. എത്രണ്ണം എടുത്തു? ഇപ്പോൾ ഒരെണ്ണം എടുത്തുള്ളൂ. എന്നാലും ഞങ്ങൾ കൂട്ടുകാർ കൂടി ഒരു 1-2 ടിക്കറ്റ് കൂടെ എടുത്തിട്ടുണ്ട്. എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എല്ലാ തവണ എടുക്കുന്നതാണ്? എല്ലാ തവണ എടുക്കുന്നത് എന്നും എന്നും ടിക്കറ്റ് എടുക്കുന്ന ബെമ്പർ ഒന്നും അല്ല കേട്ടോ. ബെമ്പർ എടുക്കാറുണ്ട്, പിന്നെ ഡെയിലി ടിക്കറ്റ് എടുക്കാറുണ്ട്. അടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? ടിക്കറ്റ് അടിക്കാറുണ്ട്. നമുക്ക് ഒന്നാം സമ്മാനമായിട്ടല്ല അടിക്കാറുള്ളത്, ചെറിയ അടികൾ അടിക്കാറുണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുക്കാറുണ്ട്. അങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ പ്രതീക്ഷയാണ്. ചെറിയ രീതിയിൽ ഭാഗ്യം കടാശിച്ചവരുണ്ട്. വലിയൊരു ഭാഗ്യമാണ് 12 കോടിയുടെ ഭാഗ്യം എന്ന് പറയുമ്പോൾ. അത് വലിയ ഒരു ഭാഗ്യം തന്നെ വേണം അതിന്. 12 കോടി രൂപയുടെ ടിക്കറ്റ് ഒന്നാം സമ്മാനമാണ്. ഓരോ കോടി രൂപ വീതം ഓരോ പരമ്പരയ്ക്കും 2ാം സമ്മാനമുണ്ട്. 3ാം സമ്മാനമായി 5 ലക്ഷം വീതം 10 പേർക്ക് ഓരോ പരമ്പരയിലുമുണ്ട്. 4ാം സമ്മാനം
3 ലക്ഷം വീതം 5 പരമ്പരകൾക്കും ഉണ്ട്. 5 സമ്മാനം 2 ലക്ഷം വീതം 5 പരമ്പരകൾക്ക് ലഭിക്കും. കൂടാതെ 5000, 1000, 500, 300 രൂപയുടെ വീതമുള്ള സമ്മാനങ്ങളുമുണ്ട്. അത്തരം നിരവധി സമ്മാനം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ പ്രതീക്ഷത്തിലാണ് ഇപ്പോൾ ലോട്ടറി എടുക്കുന്നത്. അവസാന മണിക്കൂറുകളിലും ലോട്ടറി എടുക്കാനുള്ള തിരക്ക് ഏതാണ്ട് എല്ലായിടങ്ങളിലും, വലിയ കടകളിലും ചെറിയ കടകളിലും ഒക്കെ ഉണ്ട്. തെരുവിൽ നടന്ന് ടിക്കറ്റ് എടുക്കുന്ന ആളുകൾ, ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗം കൂടിയാണ് ഈ ലോട്ടറി വിൽപ്പന എന്ന് നമുക്കറിയാം. അത്തരം ആളുകളും ഈ വലിയ കച്ചവടക്കാർക്ക് പുറമെ എങ്ങനെ ലോട്ടറി വിൽക്കുന്നവരുമൊക്കെ ഇവിടെ ഉണ്ട്. അവരുടെ എല്ലാം പ്രതീക്ഷയാണ്. നിരവധി ആളുകളുടെ പ്രതീക്ഷയാണ്, ഉപജീവന മാർഗമാണ്. ഇവിടെ ഒരു ലോട്ടറി വിറ്റ് നടക്കുന്ന ഒരു അമ്മയുണ്ട്. ടിക്കറ്റൊക്കെ വിറ്റ് കഴിഞ്ഞോ? എത്ര മെമ്പർ എടുത്തു? ഞാൻ വേലതൊക്കെ കിടന്നെങ്കിലും 10-50 ടിക്കറ്റ് എടുത്തു. എത്രണ്ണം ബാക്കി? ഇത്രയും എത്രണ്ണം ബാക്കിയുണ്ട്? ഇനി 10 ഉണ്ട്. പഠിക്കും. ഇതിനും പഠിച്ചിട്ടുണ്ടോ? പൈസ ഇടയ്ക്ക് വലിയ കുറവില്ലാത്ത രീതിയിലൊക്കെ ചിലപ്പോൾ കഴിക്കുന്നുണ്ട്. നമുക്ക് ഇതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ടിക്കറ്റ് എടുത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുറെ കാലം കൊണ്ട് ടിക്കറ്റ് എടുത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പ്രൈസ് കിട്ടിയില്ല എന്നുള്ള പരാതി പറയാൻ പറ്റില്ല. ഇപ്പൊ പ്രൈസ് കുറവാണ്. ജീവിക്കാനുള്ള വഴിയുണ്ട്. ജീവിക്കാൻ ഇത് കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു വരുമാനം ഇല്ല. ഈ ടിക്കറ്റ് വിറ്റ് തന്നെ ഞങ്ങൾ ജീവിക്കുന്നത്. അതാണ് ശ്രീജ, കേരള ലോട്ടറിയുടെ ഒരു പ്രാധാന്യം അതുതന്നെയാണ്. ഇത്തരത്തിൽ ലക്ഷാധിപതികളും കോടിപതികളും മാത്രമല്ല, അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി ജീവിക്കുന്നവർ, ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന നിരവധി പേരുണ്ട്. അത് തന്നെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവർക്ക് കൂടിയുള്ള പ്രതീക്ഷയാണ്. ഒരു വലിയ ടിക്കറ്റ്, വലിയ പ്രൈസ് അടിച്ചാൽ അവരുടെ ജീവിതം ഇതോടുകൂടി രക്ഷപ്പെടും. ഇങ്ങനെ മഴയത്തൊക്കെ അമ്മയെ പോലെയുള്ള അത്ര പ്രായമുള്ള ആളുകളൊക്കെ ഇങ്ങനെ നടന്ന് ടിക്കറ്റ് വിൽക്കുന്നുണ്ട്. അവർക്കും ഈ ഒരു ലോട്ടറി ടിക്കറ്റ് 1ാം സമ്മാനമൊക്കെ അടിച്ചാൽ അവരുടെ ജീവിതം ഇതോടുകൂടി രക്ഷപ്പെടും. അങ്ങനെ നിരവധി പ്രതീക്ഷകളാണ്, എല്ലാവർക്കും പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകളുമായാണ് ഈ ആളുകൾ ടിക്കറ്റ് എടുക്കാനെത്തുന്നത്. കുടുംബത്തോടെയൊക്കെ ടിക്കറ്റ് എടുക്കാനെത്തുന്ന ആളുകളൊക്കെ ഇവിടെ നമുക്ക് കാണാനാകുന്നുണ്ട്. എല്ലായിടത്തും ഇത് തന്നെയാണ് കാഴ്ച. ലോട്ടറി അത്രത്തോളം ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നറുക്കെടുപ്പാണ്, ബമ്പർ നറുക്കെടുപ്പാണ് ഇന്ന് നടക്കാനിരിക്കുന്ന പൂജാ ബമ്പർ നറുക്കെടുപ്പ്. ശരി അരുൺ, ഇനി കൊച്ചിയിലെ എന്താണ് സ്ഥിതി എന്ന് നോക്കാം. നവമി, തിരുവനന്തപുരത്ത് ഇപ്പോഴും നല്ല തിരക്കൊക്കെ ഉണ്ട്. അവസാന നിമിഷം ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാത്തത് കൊണ്ട് ഭാഗ്യം വരാതിരിക്കേണ്ട എന്നുള്ള തരത്തിൽ ഓടി വന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. കൊച്ചിയിലും ആ രീതിയിൽ തന്നെയുള്ളൊരു തിരക്ക് കാണുന്നുണ്ടോ? അതോ ഒരു ഓണം ബമ്പറിന്റെ ആവേശം അത്രക്കില്ലേ? ശ്രീജ, ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ ധനലക്ഷ്മി ലോട്ടറി ഏജൻസിയിലാണ്. ഇവിടെയും ആളുകൾ വന്ന് പൂജാ ബമ്പർ നോക്കുകയാണ്. അവസാനത്തെ നിമിഷത്തിൽ ഭാഗ്യം അടിക്കുമോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ എത്തുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്ര കച്ചവടമില്ല എന്നാണ് അവർ പറയുന്നത്. പൊതുവെ എങ്ങനെ കച്ചവടം? ഈ പ്രാവശ്യം കച്ചവടം കുറവാണ്. എന്തുകൊണ്ടായിരിക്കും മലയാളം അത്ര കച്ചവടം കുറവല്ലേ? ചെറിയ കുറവാണ്. എന്താ നമുക്ക് മുതലാളി இது பம்பர் பூஜா பம்பருக்கு வந்து ப்ரைஸ் ஸ்கீம் குறவாம், அது கொண்டுட்டு கச்சவடம் குறவாம். இதே ஓணம் பம்பருக்கு ஃபஸ்ட் ப்ரைஸ் 25 கோடி ரூபா தரணுங்க. പക്ഷേ എല്ലാം ഇപ്പോൾ വന്നിട്ട് GST കൂടിയെ കൊണ്ടിട്ട് എല്ലാം പ്രൈസ് സ്കീം കുറവാണ് കൊണ്ടിട്ട് നമുക്ക് வந்து കച്ചവടം കുറവ്. അപ്പോൾ എന്നാൽ കുഴപ്പമില്ല. ഇവിടെ இந்த ஏரியாவில் நம்ம கடைக்கு வந்துட்டு ஒரு சிலம் கஸ்டமர் ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കും. இன்னும் കുറച്ച് ടിക്കറ്റ് പെൻഡിങ് ഉണ്ട്. ഇത് വിറ്റ് കഴിഞ്ഞാൽ 2 മണിക്കൂറേ ഉള്ളൂ. വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭം. ബമ്പർ അടിച്ചിട്ടുണ്ടോ ഇവിടെ മുമ്പ്? ബമ്പർ ഇതുവരെ അടിച്ചിട്ടില്ല. എല്ലാം നിസ്സാര നമ്പറിൽ പോയിക്കൊണ്ടിരിക്കും. ഈ പ്രാവശ്യം കിട്ടുന്നു വന്നിട്ട് ദൈവത്തെല്ലാം പ്രാർത്ഥിച്ചു കിട്ടുന്നു ഒരു ഓർമ്മയുണ്ട്, ഒരു പ്രതിഷ്ഠ ഉണ്ട്. ഇവിടെ ഒരു സ്ഥിരം കസ്റ്റമർ ആയിട്ടുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. അമ്മ പറ, ബമ്പർ എടുത്താ? എടുത്തിട്ടില്ല. എടുക്കുന്നില്ല, എടുക്കാൻ വരാണ്. മലയ്ക്ക് പോകുന്നുണ്ടോ? അയ്യപ്പനെ പ്രാർത്ഥിച്ചു? അയ്യപ്പനല്ല, പരമശിവൻ. പരമശിവൻ എന്റെ ആളാതാണ്. പരമശിവനെ പ്രാർത്ഥിച്ച ഒരു ബമ്പറങ്ങ് എടുക്കും.